എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേസിക് കുക്കിംഗ് സീരീസിലെ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കോവയ്ക്ക വെച്ചിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. ഏത് പച്ചക്കറി വെച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ആദ്യം തന്നെ കോവയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗവും മുകൾഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക വെച്ചിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വട്ടത്തിലരിയാം, നീളത്തിലും അരിയാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. നമ്മളിവിടെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ കോവയ്ക്കയും നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാളയും കൂടി നമ്മൾ അരിഞ്ഞെടുക്കുക. അത് നീളത്തിലോ വട്ടത്തിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി കീറി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇടികല്ലിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാൻ പോകണം. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് എടുക്കുക. ഇനി ഒരു ഇരുമ്പ് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇത് വേണമെങ്കിൽ എടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചതച്ചതും ഒക്കെ ചേർക്കാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കോവയ്ക്കയും എല്ലാം കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചേർത്താൽ മതി, കാരണം എല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വരേണ്ടതാണ്. തീ കുറച്ചിട്ടിട്ട് നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് ഇപ്പോൾ വേവിച്ച് എടുത്തിട്ടുണ്ട് കോവയ്ക്ക. ഇനി ഇത് ഇടവിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എത്രത്തോളം ഡ്രൈ ആകണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ ഒരുപാട് അങ്ങ് കരിക്കുന്നത് ഇഷ്ടമല്ല, ഫ്രഷായിട്ട് ഇതുപോലെ കുറച്ച് പച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വഴറ്റിയെടുക്കാവുന്നതാണ്. കൂടുതൽ കരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഇതേപോലെ തന്നെ തോരൻ്റെ റെസിപ്പി നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ബേസിക് കുക്കിംഗ് സീരീസിലെ റെസിപ്പീസ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കണ്ടു നോക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്